Hello students, നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് നോക്കാം. ഡിറ്റർമിൻ വെദർ ദ സീരീസ് കൺവേർജസ് ഓർ ഡൈവേർജസ്. ഫസ്റ്റ് തന്നിരിക്കുന്ന സീരീസ് സിഗ്മ n equal to 1 to infinity minus 1 whole raised to n 2n divided by 4n minus 1. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടപ്പോൾ തന്നെ ഈ -1 whole raised to n എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പോൾ ഇതിൽ an എഴുതി നോക്കിയപ്പോൾ തന്നിട്ടുണ്ട് 2n divided by 4n minus 1 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ nth ടേം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, രണ്ടാമത്തെ കണ്ടീഷൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അത് 1/2 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ തന്നെ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അതായത് an+1 ലെസ് ദാൻ an ആണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതുകൊണ്ടാണ് ഇതൊന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ കണ്ടീഷൻ ആദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്തോ, അതിൽ തന്നെ കിട്ടില്ല എന്ന് കണ്ടാൽ പിന്നെ ഡൈവേർജസ് എന്ന് എഴുതാമല്ലോ, മറ്റത് രണ്ടാമത് നോക്കിയാലും മതി. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് കൺവേർജൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ചെയ്താലും ആദ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വെദർ കൺവേർജസ് ഓർ ഡൈവേർജസ് എന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഈ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് ആദ്യം കൺവേർജസ് ടു 0 ആണോ എന്നുള്ളതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നോൺ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഡൈവേർജസ് എന്ന് എഴുതാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ മറ്റേ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്തത് ഏതാണ് തന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിൽ an equal to 3n/4n² minus 1 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോ ദാറ്റ് an is greater than or equal to an+1 for all n. We can do this by showing that f of x equal to 3x/4x² minus 1 is decreasing for x greater than or equal to 0. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിക്രീസിങ് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിക്രീസിങ് എന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് an+1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an, ഡിക്രീസിങ്ങിൻ്റെ കണ്ടീഷൻ. അടുത്തതിലേക്ക് പോകുന്തോറും ഡിക്രീസ് ചെയ്ത് പോവാണ്. an+1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an എന്ന് കാണിക്കാനായിട്ട് പറ്റും ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചിട്ട്. അപ്പോൾ കണ്ടോ, ഇത് കാണിക്കാനുള്ള an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an+1 അല്ലെങ്കിൽ an+1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an എന്ന് കാണിക്കാനുള്ള വേറൊരു മെത്തേഡാണിത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഴുതി എക്സിലേക്ക് ആക്കി മാറ്റും. ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് an+1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an എന്ന് പറയാനായിട്ട് പറ്റും. ഡിക്രീസിങ്ങിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്, അതായത് ഇപ്പോഴാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോഴാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ ഇവിടെ സീക്വൻസിലെ ടേമിന് പകരം അതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എടുക്കും. എന്നിട്ട് ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് എന്ന് കാണിക്കും. അതുവഴി സീക്വൻസും ഡിക്രീസിങ് സീക്വൻസ് ആണ് എന്ന് കാണിക്കും. മനസ്സിലായോ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അതൊരു വേറൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ f' കോഷ്യൻ റൂളൊക്കെ യൂസ് ചെയ്ത് f' കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് -12x² - 3 ഡിവൈഡഡ് ബൈ 4x² - 1 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, മുകളിലൊരു നെഗറ്റീവ് വരുന്നുണ്ട്. നെഗറ്റീവ് കോമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അടിയിലൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. മുകളിലുള്ളതും നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ ലെസ് ദാൻ 0 എന്നുള്ളത് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് an+1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an എന്നുള്ളത് അതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an, അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ലിമിറ്റൊക്കെ എടുത്ത് ക്യാൻസലൊക്കെ ചെയ്ത് വരുമ്പോൾ 0 എന്നാണ് കിട്ടുന്നത്. രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം തന്നിരിക്കുന്ന സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. അടുത്തത് തിയറം 2, എറർ എസ്റ്റിമേറ്റ് ഇൻ അപ്രോക്സിമേറ്റിംഗ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. Suppose sigma n equal to 1 to infinity minus 1 whole raised to n minus 1 an is an alternating series satisfying 0 less than or equal to an+1 less than or equal to an for all n. Limit n tends to infinity an is equal to 0. അതായത് നമ്മുടെ കയ്യിലൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഉണ്ട്. അതിൽ വരുന്ന എററാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റിംഗ് സീരീസ് an+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു an എന്നുള്ള കണ്ടീഷനും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കൺവേർജൻ്റ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം ആ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. If S is the sum of the series, then mod Rn equal to mod S minus Sn, which is less than or equal to an+1.
In other words, the absolute value of an error incurred in approximating S by Sn is no larger than an plus 1. അതായത് ഈ Rn ആണ് നമ്മൾ എറർ ആയിട്ട് എടുക്കുന്നത്. എസ് ആ സീരീസിന്റെ സമ്മ്, എസ് എന്ന് പറഞ്ഞാൽ എന്താ, nth പാർഷ്യൽ സമ്മ്. അപ്പോൾ ആ സമ്മും അതിൻ്റെ nth പാർഷ്യൽ തമ്മും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. സീരീസിന്റെ സം എന്ന് വെച്ചാൽ എന്താ, സീരീസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് കേട്ടോ. സീരീസിന്റെ കൺവേർജിങ് പോയിന്റ് ആണ് അതിന്റെ സമ്മ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എററിനെ നമ്മൾ Rn എന്നുള്ള ഒരു ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 എന്ന് വെച്ചാൽ അത് an പ്ലസ് 1നേക്കാളും ലെസ്സോ ഈക്വലോ ആയിരിക്കും, n പ്ലസ് 1 ടൈമിനേക്കാളും ലെസ്സോ ഈക്വലോ ആയിരിക്കും ആ എറർ എന്നാണ് എററിനെ കുറിച്ചുള്ള ഒരു എസ്റ്റിമേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Show that the series sigma n equal to 1 to infinity minus 1 whole raised to n 1 by n factorial is convergent and find its sum correct to 3 decimal places. ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്നും അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പോൾ an പ്ലസ് 1 എന്ന് പറയുന്നത് an 1 by n ഫാക്ടോറിയൽ ആണ് വരിക, an പ്ലസ് 1 എന്ന് പറയുന്നത് 1 by n പ്ലസ് 1 ഫാക്ടോറിയൽ ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 1 by n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 എഴുതാലോ. n പ്ലസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് 1 by n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 എഴുതാം. n പ്ലസ് 1 എന്നുള്ള ടൈം മാത്രം സെപ്പറേറ്റ് എഴുതി ബാക്കിയുള്ളതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് n ഫാക്ടോറിയലിന് എഴുതി. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 by n ഫാക്ടോറിയൽ. ഈ ഡിനോമിനേറ്റർ ഇതിനേക്കാളും വലിയ ഡിനോമിനേറ്ററാണ് ഇതിനുള്ളത്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇൻഇക്വാളിറ്റി വരിക. ഈ 1 by n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് an ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് an പ്ലസ് 1 ഈസ് ലെസ് ദാൻ an എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കുമ്പോൾ നമുക്കത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻ എന്ന് പറയാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സം ടു കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എററിൻ്റെ ടേംസിലേക്ക് വരിക. എററിൻ്റെ ടേംസിലേക്ക് വരുമ്പോൾ മോഡുലസ് വാല്യൂ ഓഫ് Rn ഈക്വൽ ടു മോഡുലസ് വാല്യൂ ഓഫ് S മൈനസ് Sn വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 എന്നാണ് എററിൻ്റെ എസ്റ്റിമേഷൻ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 by n പ്ലസ് 1 ഫാക്ടോറിയൽ ആണെന്ന് അറിയാം. ഇനി വി റിക്വയർ ദാറ്റ് മോഡ് Rn ഈസ് ലെസ് ദാൻ 0.0005 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് വിച്ച് ഈസ് സാറ്റിസ്ഫൈഡ് ഇഫ് 1 by n പ്ലസ് 1 ഫാക്ടോറിയൽ ഈസ് ലെസ് ദാൻ 0.000 3 സീറോയും ഒരു 5ഉം അല്ലേ. ഇതാണ് നമുക്ക് ആവശ്യം. അതായത് അപ്പോൾ ഇത് ഇതിനേക്കാളും താഴെ ആയിരിക്കും എന്നുള്ളതും കൂടി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവണം കേട്ടോ. അത് പ്രോബ്ലത്തിൽ ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അക്യുറസി വിത്തിൻ 0.0005 എന്നുള്ളത് കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കണം കേട്ടോ. സമ്മ പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇതിവിടെ അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ this is 1 by n plus 1 factorial less than 0.005. Reciprocal എടുക്കുമ്പോൾ n plus 1 factorial is greater than 1 by 0.0005, that is 2000. That is the smallest positive integer that satisfies the last inequality is n equal to 6. Hence the required approximation is S is S6, that is 1 by 0 factorial minus 1 by 1 factorial etc. etc. n plus 1 factorial is greater than 2000 എന്നുള്ള കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് ഈ ഇൻഇക്വാളിറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 6 ആണ്. 6 ആണ് ഈ ഇൻഇക്വാളിറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് ഇൻറ്റീജർ വരുന്നത്. അപ്പോൾ ആ ലീസ്റ്റ് ഇൻറ്റീജറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 6. അപ്പോൾ S എന്നുള്ളത് S6 ആയിട്ട് വരും. S6 ഇതാ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ സമ്മ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 0.368 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സമ്മ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവണം കേട്ടോ. ഇത് എവിടെ നിന്നാണ് വന്നിരിക്കണതെന്ന് വേറൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതവിടെ വിട്ടു പോയതാവുള്ളൂ. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക.
അടുത്തത് എസ്റ്റിമേറ്റ് ദ ഇൻട്രവൽ ഇൻ വിച്ച് ദ ലിമിറ്റ് ഓഫ് ദ കൺവേർജിങ് സീരീസ് 1 മൈനസ് ലൈസ്. ഇൻട്രവൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റ് അല്ലെങ്കിൽ സമ്മ് കിടക്കുന്ന ഇൻട്രവൽ. അപ്പോൾ ദ ഗിവൺ സീരീസ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഈ സീരീസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ഇതിൻ്റെ കൺവേർജിങ് പോയിന്റ്, അതായത് nth പാർഷ്യൽ സമ്മ്, ഇതിൻ്റെ nth പാർഷ്യൽ സമ്മ് SN മൈനസ് എസ് മൈനസ് SN ആയാലും SN മൈനസ് S ആയാലും കുഴപ്പമില്ല, മോഡുലസ് വാല്യൂൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ ഈ ആദ്യം എഴുതിയിരിക്കുന്ന ടേം SN ആണ്, n ടേംസിൻ്റെ സമ്മ്. പിന്നെ സമ്മിനെയാണ് നമ്മൾ, അതിൻ്റെ കൺവേർജിങ് പോയിന്റിനെയാണ് നമ്മൾ S എന്നുള്ളതുകൊണ്ട് എഴുതിയിരിക്കുന്നത്. നമ്മുടെ തിയറം പ്രകാരം ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN+1. AN+1 എന്ന് പറഞ്ഞാൽ എന്താ 1/n+1. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n-നെ വേണം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പുട്ടിങ് n equal to 9, if we truncate the series after the 9th term we get, അപ്പോൾ n equal to 9 നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ ഈ ടേമിനകത്ത് 9 ടേംസിൻ്റെ സമ്മ് വരും. 9 ടേംസിൻ്റെ സമ്മ് വരുമ്പോൾ 0.7456 ആണ് നമുക്ക് ആ SN കിട്ടുക. S9 ആണ് അവിടെ വരിക. S9 മൈനസ് S ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ 9 വരുമ്പോൾ 1/10 ആണ് ഇവിടെ ബാലൻസ് വരിക. അപ്പോൾ അത് ദാറ്റ് ഈസ് ലെസ് ദാൻ 0.6456 ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.8456. ഈ ഒരു ഇൻഇക്വാലിറ്റിയാണ് നമുക്ക്, അല്ലെങ്കിൽ ഇതാ ഇവിടെ വെച്ചിട്ടായാലും അവസാനിപ്പിക്കാം. നമുക്ക് ഇത്രയും വരെ ചെയ്താലും മതി. 0.7456 മൈനസ് S ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/10 എന്നുള്ളൊരു വരെ വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്ര വരെ ചെയ്താലും മതി. ഓക്കെ.